ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2026 ജൂണിൽ നടക്കുന്ന നെറ്റ് മലയാളം പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, JRFോട് കൂടി ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തൊട്ടു മുമ്പ് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. മാറി വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേണും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നടത്തുന്നത്. 2025 ഡിസംബർ സർക്കിളിലെ മലയാളം നെറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ 6ാമത്തെ പാർട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ 55 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവരും റെഡി അല്ലേ? മിസ്സിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, ക്ലാസ് ഇഷ്ടമായത് കൊണ്ടാണ്. ഓക്കെ ജോസ്ന, താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ്. ഓക്കെ, നമുക്ക് ചോദ്യം തുടങ്ങാം. 56ാമത്തെ ചോദ്യം, കാര്യം കാരണം. റെഡി അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാമത്തേതിന് കാര്യമെന്നും രണ്ടാമത്തേതിന് കാരണമെന്നും പേര് നൽകിയിരിക്കുന്നു. കാര്യം: വ്യാസഭാരതത്തിന്റെ മലയാളത്തിലെ ആദ്യ സ്വതന്ത്ര വിവർത്തനമാണ് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട്. വ്യാസൻ എന്ത് എഴുതിയിട്ടുണ്ട്? മഹാഭാരതം എഴുതിയിട്ടുണ്ട് അല്ലെ? വ്യാസന്റെ മഹാഭാരതത്തിന് മലയാളത്തിൽ വന്നിട്ടുള്ള ആദ്യ സ്വതന്ത്ര വിവർത്തനമാണ് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട്. അതാണ് കാര്യം. അവിടെ നിൽക്കട്ടെ, കാരണം നോക്കാം. കിളിപ്പാട്ട് വൃത്തങ്ങളുടെ ഗാനാത്മകതയും വൈവിധ്യവും മഹാഭാരതം കിളിപ്പാട്ടിനെ ആസ്വാദ്യമാക്കി. രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിലെ ശരി തെറ്റുകളാണ് നോക്കേണ്ടത്. നോക്കൂ, കാര്യവും കാരണവും ശരി. ആദ്യം ഇതൊന്നും നിങ്ങൾ പറഞ്ഞേ. കാര്യം തന്നെ ആദ്യം എടുക്കാം. വ്യാസന്റെ മഹാഭാരതത്തിന് മലയാളത്തിൽ വന്നിട്ടുള്ള ആദ്യ സ്വതന്ത്ര വിവർത്തനം ആണ് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട്. ശരിയാണോ തെറ്റാണോ? പറഞ്ഞേ, ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? വ്യാസന്റെ മഹാഭാരതത്തിന് ആദ്യമായിട്ട് ഒരു വിവർത്തനം വരുന്നത്, ഒരു സ്വതന്ത്ര വിവർത്തനം വരുന്നത് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വതന്ത്ര വിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ആ കൃതിയുടെ മൂലരൂപം മാത്രം എടുത്ത് എന്താണ് വിവർത്തകൻ തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് കൂട്ടിക്കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയും ഒക്കെ ചെയ്യുന്നതിനെയാണ് സ്വതന്ത്ര വിവർത്തനം എന്ന് പറയുന്നത്. അത്തരത്തിലെ ആദ്യ സ്വതന്ത്ര വിവർത്തനമാണോ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട്? പറഞ്ഞു പിള്ളേരെ, ആണോ? ആണോ? ക്ലാസ് പാർട്ട് 4 എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, പാർട്ട് 4 സ്ലൈഡ് ഇപ്പൊ എന്റെ കയ്യിലില്ല നൗഷാദെ. 6 മാത്രമേ എന്റെ കയ്യിലുള്ളൂ. നമ്മളിത് അപ്പപ്പോ കോഴ്സിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടേ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റില്ല. കോഴ്സ് എടുത്തിട്ടുള്ള ആളാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്. തെറ്റല്ലേ? അല്ല അല്ല അല്ല. ഓക്കെ, ഇത് തെറ്റാണ് എന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെയാണെങ്കിൽ വ്യാസന്റെ മഹാഭാരതത്തിന് മലയാളത്തിൽ വന്നിട്ടുള്ള ആദ്യകാല രൂപം ഏത് കൃതിയാണെന്ന് പറയാൻ പറ്റും? അല്ലെങ്കിൽ ആരുടെ കൃതിയാണെന്ന് പറയാൻ പറ്റും നമുക്ക്? തെറ്റിക്കോട്ടെ, പറഞ്ഞോ. വ്യാസന്റെ മഹാഭാരതത്തിന്റെ മലയാളത്തിലേക്ക് ആദ്യമായിട്ടുള്ള ഒരു വിവർത്തന രൂപം വരുന്നത് എഴുത്തച്ഛന് വഴികാട്ടിയായിരുന്നവരിലൂടെയാണ്. അതാര്? എഴുത്തച്ഛന് വഴികാട്ടിയായിരുന്ന ഒരു വിഭാഗം മലയാള സാഹിത്യത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൃതികളെ പൊതുവായിട്ട് നിരണം കൃതികൾ എന്ന് വിളിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. കണ്ണശന്മാരാണ് അല്ലെ? കണ്ണശഭാരതം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ നിരണം കൃതികൾ വന്നിട്ടുണ്ട്. കണ്ണശന്മാരാണ് എഴുത്തച്ഛന് വഴികാട്ടിയായത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇത് സിമ്പിൾ ലോജിക്ക് മതി. കണ്ണശന്റെ ഏത് കൃതിയാണെന്ന് പോലും വേണ്ട, കണ്ണശഭാരതാണെന്ന് നമുക്കറിയാം അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ തന്നെ നമുക്ക് എന്തോർപ്പിക്കാം? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിന് മുമ്പ് കൃതി വന്നിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. കിളിപ്പാട്ട് വൃത്തങ്ങളുടെ ഗാനാത്മകതയും വൈവിധ്യവും മഹാഭാരതം കിളിപ്പാട്ടിനെ ആസ്വാദമാക്കി. എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിനെ കുറിച്ചുള്ള ഒരു സൂചന ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഇത് തെറ്റായതുകൊണ്ട് ഇത് തെറ്റാണ് എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് വൃത്തങ്ങളാൽ വിരചിതമായതാണ്. ഈ കിളിപ്പാട്ട് വൃത്തങ്ങളുടെ ഏതൊക്കെ കിളിപ്പാട്ട് വൃത്തങ്ങള് ഏതൊക്കെയാണ്? കിളിപ്പാട്ട് വൃത്തങ്ങൾ പറഞ്ഞ പിള്ളേരെ, കിളിപ്പാട്ട് വൃത്തങ്ങൾ ഏതൊക്കെയാ? എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുള്ള
മഹാഭാരതം കിളിപ്പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കിളിപ്പാട്ട് വൃത്തങ്ങൾ ഏതാ? ഒരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ കണക്ട് ചെയ്തുകൊണ്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ പഠിക്കണ്ടേ? കാകളി, മണികാഞ്ചി, അല്ല മഞ്ചുരിയോ, കേക, കാകളി, കളകാഞ്ചി. കേക, കാകളി, കളകാഞ്ചി എന്നിവയാണ് പ്രധാനപ്പെട്ട എന്ത് വൃത്തങ്ങള്? കിളിപ്പാട്ട് വൃത്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അന്നനട. ഇത് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഉപയോഗിച്ചിട്ടില്ല, മഹാഭാരതം കിളിപ്പാട്ടിൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മഹാഭാരതം കിളിപ്പാട്ടിൽ തന്നെ കർണപർവം, മൗസലപർവം എന്നിവയിൽ ഉപയോഗിച്ചിട്ടുള്ള കിളിപ്പാട്ടാണ് ഇത്, കിളിപ്പാട്ട് വൃത്തമാണ് ഇത് അന്നനട. അപ്പൊ കാകളി, കേക, കളകാഞ്ചി, അന്നനട എന്നിവയാണ് പ്രധാനപ്പെട്ട കിളിപ്പാട്ട് വൃത്തങ്ങൾ. കിട്ടിയോ? മണികാഞ്ചിയുമുണ്ട്. ഓക്കെ. അപ്പൊ കിളിപ്പാട്ട് വൃത്തങ്ങളുടെ ഗാനാത്മകതയും വൈവിധ്യവും മഹാഭാരതം കിളിപ്പാട്ടിനെ ആസ്വാദ്യമാക്കി. ക്ലിയർ അല്ലേ? മഹാഭാരതം കിളിപ്പാട്ടിനെ ആസ്വാദ്യമാക്കി. നമുക്കറിയാം 4 വൃത്തങ്ങളാണ് പ്രധാനമായിട്ടും പറയുക. മണികാഞ്ചിയും പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. എങ്കിലും കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നീ 4 വൃത്തങ്ങളാണ് കിളിപ്പാട്ട് വൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ കിളിപ്പാട്ട് വൃത്തങ്ങളുടെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ കാര്യവും കാരണവും ശരി എന്നുള്ളതാണ് ഓപ്ഷൻ 1. അത് തെറ്റാണ്. കാര്യവും കാരണവും ശരി, ഓപ്ഷൻ 2 തെറ്റാണ്. പിന്നെ അപ്പുറത്തേക്ക് വായിച്ചു നോക്കിയേ വേണ്ട. കാര്യം ശരി, അതും തെറ്റാണ്. കാര്യം തെറ്റ് എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ? ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ അല്ലേ മക്കളെ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? സ്ലൈഡ് വിസിബിൾ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ഈ കാര്യം കാരണം ക്വസ്റ്റിനെ സമീപിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഒരു ചോദ്യം കൂടി നോക്കാം. കാര്യം കാരണം തന്നെയാണ്. കാര്യം രാമചരിതം രാമായണത്തിലെ യുദ്ധകാന്ഡം ആധാരമാക്കി ദ്രമിഡ സംഘാതാക്ഷര വ്യവസ്ഥയോടെ രചിച്ച പാട്ടുകൃതിയാണ്. കാരണം പാട്ടുപ്രസ്ഥാനത്തിൽ പെടുന്ന കൃതികൾ രാമായണാധിഷ്ഠിതവും ദ്രമിഡ സംഘാത നിബന്ധവും ആകണമെന്നാണ് നിയമം. കാര്യമെടുക്ക്. രാമചരിതം രാമായണത്തിലെ യുദ്ധകാന്ഡം ആധാരമാക്കി ദ്രമിഡ സംഘാതാക്ഷര വ്യവസ്ഥയോടെ രചിച്ച പാട്ടുകൃതിയാണ്. രാമചരിതം രാമായണമാണോ മൂലരൂപം ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുക. രാമചരിതത്തിന്റെ മൂലരൂപം രാമായണമാണോ? പറയൂ പിള്ളേരെ, രാമായണാണോ? രാമചരിതം മൂലരൂപം ഏത് തന്നെയാണ്? രാമായണം തന്നെയാണ് അല്ലേ? പറഞ്ഞേ. അതെ, ശരിയാണ്. യെസ്. അപ്പൊ ആദ്യത്തെ ലൈനിലുള്ള ആദ്യത്തെ പോയിന്റ് ശരിയാണ്. രാമായണത്തിലെ യുദ്ധകാന്ഡം അടിസ്ഥാനമാക്കി ആണോ? രാമായണത്തിലെ യുദ്ധകാന്ഡമാണോ സംക്ഷേപിച്ചുര ചെയ്തിരിക്കുന്നത്? ആണോ? യെസ്, അതും ശരിയാണ്. ആധാരമാക്കി ദ്രമിഡ സംഘാതാക്ഷര വ്യവസ്ഥയോടെ. എന്താ ഈ ദ്രമിഡ സംഘാതാക്ഷര വ്യവസ്ഥ എന്ന് പറയുന്നത്? രാമചരിതം പാട്ടിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതിയാണ്. പാട്ടിനെ ലീലാതിലകത്തിൽ കൽപ്പിച്ചിരിക്കുന്ന ലക്ഷണമാണ് എന്ത്? ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം എതുക മോന വൃത്ത വിശേഷയുക്തം പാട്ട് എന്നുള്ളത് ലീലാതിലകത്തിലെ ലക്ഷണപ്രകാരം. അതുകൊണ്ട് ഇതും ശരിയാണ്. ഇതൊരു പാട്ടുകൃതിയാണ്. അതും ശരിയാണ് അല്ലേ? അപ്പൊ കാര്യം മൊത്തത്തിൽ എന്താണ്? ശരിയാണ്. കാര്യം മൊത്തത്തിൽ ശരിയാണ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പാട്ടുപ്രസ്ഥാനത്തിൽ പെടുന്ന കൃതികൾ, പാട്ടുപ്രസ്ഥാനത്തിൽ പെടുന്ന പ്രധാന കൃതികൾ. പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായി യോജിക്കുന്ന 2 കൃതികൾ പറഞ്ഞേ മക്കളെ. പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായി യോജിക്കുന്ന 2 കൃതികൾ പറഞ്ഞേ. പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായി യോജിക്കുന്ന 2 കൃതികൾ. പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായി ഉള്ള 2 കൃതികൾ ഏതൊക്കെയാ? യെസ്. ഒന്ന് രാമചരിതമാണ്, മറ്റൊന്ന് തിരുനിഴൽമാലയാണ്. അല്ലെ? രാമചരിതവും തിരുനിഴൽമാല. അപ്പൊ പ്രധാന ലക്ഷണം പൂർത്തിയാക്കുന്ന കൃതികൾ കേട്ടോ. പാട്ടുപ്രസ്ഥാനത്തിൽ പെടുന്ന കൃതികൾ രാമായണാധിഷ്ഠിതവും ദ്രമിഡ സംഘാത നിബന്ധവും ആകണമെന്നാണ് നിയമം.
പാഠ്യപ്രസ്ഥാനത്തിൽ പെടുന്ന കൃതികള് ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമാകണം എന്നുള്ളത് ശരിയാണ്. കാരണം എന്താ, ലീലാതിലകം പാട്ടിന് നൽകിയിരിക്കുന്ന ലക്ഷണപ്രകാരം ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമായിരിക്കണം പാട്ട്. രാമായണാധിഷ്ഠിതമാകണമെന്നുണ്ടോ? രാമായണത്തിൽ നിന്ന് മാത്രം ഇതിവൃത്തം സ്വീകരിച്ചതായിരിക്കണം പാട്ടുകൃതികൾ എന്നുണ്ടോ മക്കളെ? ഇല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം മൊത്തത്തിൽ തെറ്റാണ് എന്ന് പറഞ്ഞൂടെ? ഓക്കെ, കാര്യവും കാരണവും ശരി, തെറ്റ്. കാര്യവും കാരണവും ശരി, തെറ്റ്. കാര്യം ശരി എന്നാൽ കാരണം തെറ്റ്. കാര്യം തെറ്റ് എന്നാൽ കാരണം ശരി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാ മക്കളെ? കാര്യം ശരി എന്നാൽ കാരണം തെറ്റ്. കാര്യം ശരി എന്നാൽ കാരണം തെറ്റ്. കിട്ടിയോ? ഓക്കെ. അപ്പൊ രാമചരിതത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇത്. ഇപ്രാവശ്യം പ്രാചീന കൃതികളിൽ നിന്നുള്ള ചോദ്യം കുറവാണ്. അടുത്ത കൊല്ലം നന്നായി പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു ചോദ്യത്തെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. രാമചരിതം എന്തായാലും നമുക്ക് നോക്കാനുണ്ട്. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, രാമായണത്തിലെ യുദ്ധകാന്ഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? രാമായണത്തിൽ 6 കാണ്ഡങ്ങളുണ്ട്. ഏതൊക്കെയാണ് 6 കാണ്ഡങ്ങൾ? പറഞ്ഞേ, ഏതൊക്കെയാണ് 6 കാണ്ഡങ്ങൾ? രാമായണത്തിലുള്ള 6 കാണ്ഡങ്ങൾ ഏതൊക്കെയാണ്? രാമായണത്തിലുള്ള 6 കാണ്ഡങ്ങൾ ഏതൊക്കെയാണ്? രാമായണത്തിലുള്ള 6 കാണ്ഡങ്ങൾ: ബാലകാന്ഡം, അയോധ്യാകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം. ഓക്കെ, ഇതിന്റെ ഓർഡർ കിട്ടാത്തവരുണ്ടോ? കീവേഡ് വേണോ? കുറെ പേർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അറിയാം. എങ്കിലും ഈ രാമായണത്തിലെ കാണ്ഡങ്ങൾ ഓർഡറിൽ ചോദിച്ചാൽ അറിയാത്തവരുണ്ടോ? കീവേഡ് വേണോ? യെസ്, ബാലകൻ. ഇത് കീവേഡ് എന്നല്ല, ചെറുപ്പത്തിൽ അച്ചമ്മയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. കുറെ പേർക്കൊക്കെ അറിയാൻ പറ്റും. ബാലകൻ അയോധ്യയിൽ ആരണ്യം തന്നിൽ പുക്കു. കിഷ്കിന്ധ രാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തു. പണ്ടൊക്കെ അച്ചമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ബാലകൻ അയോധ്യയിൽ ആരണ്യം തന്നിൽ പുകു, കിഷ്കിന്ധ രാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തു. ഈ 2 വരി പഠിച്ചു വെച്ചാൽ ഈ 6 ഓർഡറിൽ കിട്ടും. ബാലകൻ അയോധ്യയിൽ ബാലകാന്ഡം, അയോധ്യാകാന്ഡം. ആരണ്യം തന്നിൽ പുകു, ആരണ്യകാന്ഡം. കിഷ്കിന്ധ രാജനോട് കിഷ്കിന്ധാകാന്ഡം. സുന്ദരൻ യുദ്ധം ചെയ്തു, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ഓക്കെ, തന്നെ ടീച്ചർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ബാലകൻ അയോധ്യയിൽ ആരണ്യം തന്നിൽ പുകു, കിഷ്കിന്ധ രാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തു. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. കിട്ടിയോ? രാമായണത്തിലെ കാണ്ഡങ്ങൾ കിട്ടിയോ? അപ്പൊ രാമായണത്തിലെ എത്രാമത്തെ കാണ്ഡമാണ് യുദ്ധകാന്ഡം? അവസാനത്തേതാണ് അല്ലെ? അവസാനത്തേതാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ദ്രമിഡ സംഘാതാക്ഷര വ്യവസ്ഥ. പാട്ടിന് ലക്ഷണം കൽപ്പിച്ചിരിക്കുന്ന കൃതി ഏതാ മക്കളെ? പാട്ടിന് ലക്ഷണം കൽപ്പിച്ചിരിക്കുന്ന കൃതി ഏതാ? പാട്ടിന് ലക്ഷണം കൽപ്പിച്ചിരിക്കുന്ന കൃതി ലീലാതിലകമാണ്. എന്താണ് ലക്ഷണം? ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം എതുകമോന വൃത്ത വിശേഷയുക്തം പാട്ട് എന്നാണ് ലീലാതിലകത്തിലെ പാട്ടിനെ ലക്ഷണം കൽപ്പിച്ചിരിക്കുന്നത്. ലീലാതിലകത്തിലെ എത്ര പടലങ്ങളുണ്ട്? അല്ല, എത്ര ശില്പങ്ങളുണ്ട്? സോറി, പടലല്ല, ശില്പം. എത്ര ശില്പങ്ങളുണ്ട് ലീലാതിലകത്തിൽ? എത്ര ശില്പങ്ങളുണ്ട്? ലീലാതിലകത്തിലെ 8 ശില്പങ്ങളുണ്ട്. അപ്പോ പാട്ടിന് ലക്ഷണം ചെയ്തിരിക്കുന്നത് ലീലാതിലകത്തിലാണ്. ഏത് ശില്പത്തിൽ? എത്രാമത്തെ സൂത്രത്തിൽ? ലീലാതിലകത്തിലെ ശില്പം 1, സൂത്രം 11. ലീലാതിലകം ക്ലിയർ അല്ലേ? ലീലാതിലകം ശില്പം 1, സൂത്രം 11 പാട്ടിന്റെ ലക്ഷണം. ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം എതുകമോന വൃത്ത വിശേഷയുക്തം പാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്രമിഡ സംഘാതാക്ഷരങ്ങൾ, ദ്രാവിഡാക്ഷരങ്ങൾ, അതായത് തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ കൊണ്ട് രചിച്ചതായിരിക്കണം പാട്ട് എന്ന് പറയുന്നു.
തമിഴ് അക്ഷരമാലയിലെ എന്ത് അക്ഷരങ്ങൾ കൊണ്ട് രചിച്ചതായിരിക്കണം പാട്ട് എന്ന് പറയുന്നു. ദ്രമിഡ സംഘാത അക്ഷര നിബന്ധം എതുക മോന വൃത്ത വിശേഷയുക്തം. എതുക മോന എന്നീ പ്രാസങ്ങൾ വേണം. എതുക മോന എന്നീ പ്രാസങ്ങൾ വേണം. എതുക എതുക ഏത് പ്രാസമാണ്? നമ്മുടെ ദ്വിതീയാക്ഷര പ്രാസമാണ് അല്ലെ? നമ്മുടെ ദ്വിതീയാക്ഷര പ്രാസമാണ്. എതുക എന്നാൽ എല്ലാ പാദത്തിലും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നതിനെയാണ് എതുക എന്ന് പറയുന്നത്. എല്ലാ പാദത്തിലും രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതിനെ എതുക എന്ന് പറയുന്നു. ദ്വിതീയാക്ഷര പ്രാസമാണ് എതുക. എതുക എന്താ മക്കളെ? ദ്വിതീയാക്ഷര പ്രാസമാണ് എതുക. ക്ലിയർ അല്ലേ? ഇനി മോന എന്താണ്? ഓരോ പാദത്തിലെയും പൂർവോത്തര ഭാഗങ്ങളിലെ ആദ്യ അക്ഷരങ്ങൾ യോജിച്ചു വരുന്നതിനെയാണ് മോന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എതുകമോന വൃത്തവിശേഷയുക്തം എന്താണ് ഈ വൃത്തവിശേഷം എന്നതുകൊണ്ട് പറയുന്നത്? സംസ്കൃത വൃത്തത്തിൽ നിന്ന് ഭിന്നമായ വൃത്തങ്ങൾ. സംസ്കൃത വൃത്തങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സംസ്കൃത വൃത്തങ്ങളിൽ നിന്ന് ഭിന്നമായ വൃത്തത്തിലെ കൃതി രചിക്കാൻ പാടുള്ളൂ അല്ലെ? അതാണ് എന്ത്? ദ്രാവിഡ വൃത്തം. അതിലെ കവിത പാട്ട് രചിക്കണം, കാവ്യം രചിക്കണം. സംസ്കൃത വൃത്തങ്ങളിൽ നിന്ന് വിഭിന്നമായ വൃത്തം, അതായത് ദ്രാവിഡ വൃത്തങ്ങളിലായിരിക്കണം കാവ്യം രചിക്കേണ്ടത്. ഇതാണ് പാട്ടിന്റെ ലക്ഷണം. പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ് ഏത്? രാമചരിതം. രാമചരിതം എന്നുള്ള കൃതി പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന കൃതിയാണ്. അറിയാം അല്ലെ? രാമചരിതത്തിൽ എത്ര പാട്ടുകളുണ്ട്? 1814 പാട്ടുകൾ, 18-14 പാട്ടുകള്, 164 പഠലങ്ങൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ നമ്പർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, പാർട്ട് ടൈം HSC പരീക്ഷ 2024 ജൂലൈയിലോ ഓഗസ്റ്റിലോ നടന്ന പാർട്ട് ടൈം HSC പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? രാമചരിതം എക്സാം ഓറിയന്റഡ് ആയിട്ട് രാമചരിതം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രാമചരിതത്തിന്റെ കാലം, രാമചരിതത്തിന്റെ കവി, രാമചരിതത്തെ കുറിച്ചിട്ടുള്ള പണ്ഡിത അഭിപ്രായങ്ങള്, ഇതൊക്കെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. രാമചരിതം എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. രചനാ കാലക്രമം അനുസരിച്ചിട്ട് ക്രമീകരിക്കുക. ഒരു ടഫ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണിത്. വൃത്തവിചാരം, വൃത്തമഞ്ജരി, വൃത്തമാനങ്ങൾ, വൃത്തശില്പം, ദ്രാവിഡ വൃത്തങ്ങളും അവയുടെ ദശാപരിണാമങ്ങളും. നോക്കിക്കോളൂ. അറിയോ? ഏതെങ്കിലും ഒരു ഓപ്ഷൻ വിളിച്ച് പറഞ്ഞേ മക്കളെ ആൻസർ ആയിട്ട്. പറയൂ. ഉത്തരം പറയൂ. ഇല്ല, 2, 3. ബാക്കിയുള്ളവരും കൂടി ഒന്ന് ഉത്തരം പറഞ്ഞേ. ഒരു ഉത്തരം പറയപ്പോ എന്താ അത്ര ബുദ്ധിമുട്ട്? മൂന്നാണ് എല്ലാവരും പറയുന്നത്. 3 ശരിയായിട്ടുള്ള ഉത്തരം. വൃത്തവിചാരം ആരുടെ കൃതിയാണെന്ന് അറിയാമോ? വൃത്തവിചാരം 1967 എഴുതിയിട്ടുള്ള കൃതിയാണ് വൃത്തവിചാരം. KK വാദ്യാർ. യെസ്, വെരി ഗുഡ് നൗഷാദ്. KK വാദ്യാരുടെ കൃതിയാണ് വൃത്തവിചാരം. ഓക്കെ, അടുത്ത കൃതി വൃത്തമഞ്ജരി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കൃതിയാണ് വൃത്തമഞ്ജരി. ആരുടേതാണ് വൃത്തമഞ്ജരി? AR രാജവർമ്മയുടേതാണ്. രാജവർമ്മയുടേതാണ് ഏത് കൃതി? വൃത്തമഞ്ജരി. 1911 പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതിയാണ് വൃത്തമഞ്ജരി. ഓക്കെ, ഇനി വൃത്തമാനങ്ങൾ അവിടെ കിടക്കട്ടെ. വൃത്തശില്പം 1958 പ്രസിദ്ധീകരിച്ച
കുട്ടിക്കൃഷ്ണമാരാരുടെ കൃതി, കുട്ടിക്കൃഷ്ണമാരാരുടെ കൃതിയാണ് വൃത്തശില്പം. ദ്രാവിഡ വൃത്തങ്ങളും അവയുടെ ദശാപരിണാമങ്ങളും ആരുടെ കൃതിയാണെന്ന് അറിയാമോ? ദ്രാവിഡ വൃത്തങ്ങളും അവയുടെ ദശാപരിണാമങ്ങളും, ദ്രാവിഡ വൃത്തങ്ങളും അവയുടെ ദശാപരിണാമങ്ങളും. യെസ്, ആരുടെ കൃതിയാണ്? രാമവർമ്മ അപ്പൻ തമ്പുരാൻ, അപ്പൻ തമ്പുരാന്റെ കൃതിയാണ്. ഓക്കെ, 1930 വൃത്തമാനങ്ങൾ ആരുടെ കൃതിയാ മക്കളെ? വൃത്തമാനങ്ങൾ എന്നുള്ളത് ആരുടെ കൃതിയാ? വൃത്തമാനങ്ങൾ ആർക്കെങ്കിലും അറിയോ വൃത്തമാനങ്ങൾ ആരുടെ കൃതിയാണെന്ന്? വൃത്തമാനങ്ങൾ എന്നുള്ള കൃതി, അതിന്റെ പ്രസിദ്ധീകരണ വർഷം അറിയോ ആർക്കെങ്കിലും? വൃത്തമാനങ്ങൾ എന്നുള്ള കൃതി, അതിന്റെ പ്രസിദ്ധീകരണ വർഷം ആർക്കെങ്കിലും അറിയാമോ? ഇല്ല, എനിക്കും അറിയില്ല കേട്ടോ അതെന്താണെന്ന്. കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ് എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാനത് അവിടെ വെക്കുകയാണ്. വൃത്തമാനങ്ങൾ എന്നുള്ള കൃതി. അപ്പോ തന്നിരിക്കുന്നത് വെച്ച് നമുക്ക് വൃത്തമഞ്ജരിയാണ് ഏറ്റവും പഴയ കൃതി എന്ന് പറയാനായിട്ട് പറ്റും അല്ലെ? തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ച് നമുക്ക് പറയാം ഏതാണ് ഏറ്റവും പഴയ കൃതി അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ കൃതി എന്നുള്ളത്. ഏതാ ഏറ്റവും ആദ്യത്തെ കൃതി? വൃത്തമഞ്ജരിയാണ് അല്ലെ? അപ്പൊ ബി ആണ് ഏറ്റവും ആദ്യത്തേത് എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടി. ഏതാണ് ഉത്തരം? ഓപ്ഷൻ 3 ആണ് ഉത്തരം. ഓപ്ഷൻ 3 ഏതാണ്? BEDAC എന്നുള്ളതാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ശരിയായിട്ടുള്ള ഉത്തരം. BEDAC. ക്ലിയർ ആയി എന്ന് കരുതുന്നു. വൃത്തവിചാരം, വൃത്തമഞ്ജരി, വൃത്തമാനങ്ങൾ, വൃത്തശില്പങ്ങൾ, ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം BEDAC. ബി വൃത്തമഞ്ജരി, ഇ ദ്രാവിഡ വൃത്തങ്ങളും അവയുടെ ദശാപരിണാമങ്ങളും, ഡി വൃത്തശില്പം, എ വൃത്തവിചാരം, സി വൃത്തമാനങ്ങൾ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? വൃത്തമാനങ്ങൾ. യെസ്, അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക കേട്ടാ. വൃത്തവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. വൃത്തമാനങ്ങൾ എന്നുള്ളതിന്റെ കറക്റ്റ് സോഴ്സ് എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാത്തത്, നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്. ഗൂഗിളിൽ കണ്ടൊരു വിവരം ഞാൻ സാധാരണയായിട്ട് പറയാറില്ല. അഥവാ ഗൂഗിളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ട് വെച്ചാൽ അത് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ചില കാര്യങ്ങൾ. ഒട്ടും എടുത്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ക്ലിയർ അല്ലേ പറയുന്നത്? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? കേരളോർമ്മയിലെ ആദർശ് മാഷിന്റെ പുസ്തകമാണ് എന്നാണ് എന്റെ ഒരു ധാരണ വൃത്തമാനങ്ങൾ എന്നുള്ളത്. ഞാനത് മാഷിനോട് ചോദിച്ചതിന് ശേഷം പറയാം. വൃത്തമാനങ്ങൾ എന്നുള്ളത് മാഷ് എഡിറ്റ് ചെയ്തൊരു പുസ്തകം ഉണ്ട് ആ പേരിലെ. അത് തന്നെയാണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയവർ. ചോദ്യം ശ്രദ്ധിക്കുക. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയവർ. ഉത്തരം പറയൂ. ഉത്തരം പറയൂ. വേഗം ആയിക്കോട്ടെ, ഉത്തരം പറഞ്ഞേ. ആത്മകഥയിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ 3 ആണ്. ഇതിലെ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയവർ ആരൊക്കെയാ? EMS. പിന്നെ EMS ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പിന്നെ ആരാണ്? അന്നാ ചാണ്ടി, KC ജോർജ്. EMS ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. EMS, അന്നാ ചാണ്ടി, KC ജോർജ് എന്നിവരാണ് എന്ത് പേരിലെ? ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുള്ളത്. പിന്നെ ബാക്കി വേറെ ആരൊക്കെയുണ്ട്? KR ഗൗരിയമ്മ, KM മാണി. ഇവരെല്ലാവരും എന്ത് പേരിൽ തന്നെ? ആത്മകഥ എന്ന പേരിൽ തന്നെ ആത്മകഥ എഴുതിയവരാണ്. ആരൊക്കെയാണ്? EMS ഉണ്ട്, അന്നാ ചാണ്ടി ഉണ്ട്, KC ജോർജ് ഉണ്ട്. ഇനി തെറ്റിക്കില്ലല്ലോ. ഇവരെല്ലാവരും ആത്മകഥ എന്ന പേരിൽ തന്നെ തങ്ങളുടെ ആത്മകഥ എഴുതിയവരാണ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു.
ഓക്കെ, BCE എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇപ്രാവശ്യത്തെ പരീക്ഷയിലെ ടഫസ്റ്റ് ലെവൽ ക്വസ്റ്റ്യനുകളിൽ ഒന്നാണിത്. പതിറ്റുപത്തിലെ രാജാക്കന്മാരുടെ ക്രമം. പതിറ്റുപത്തിലെ രാജാക്കന്മാരുടെ ക്രമം. നമുക്കറിയാം, പതിറ്റുപത്തിനെ കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? ചേര രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള കൃതിയാണ് അല്ലെ. ചേര രാജാക്കന്മാരിലെ 10 രാജാക്കന്മാരെ കുറിച്ച് 10 വീതം പാട്ടുകൾ അടങ്ങുന്ന 100 പാട്ടുകളുള്ള കൃതിയാണ് ഏത്? പതിറ്റുപത്ത്. ഇത് അകം കൃതിയാണോ പുറം കൃതിയാണോ? അകം കൃതിയാണോ പുറം കൃതിയാണോ? ഇതൊരു പുറം കൃതിയാണ്. സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുറം കൃതിയാണ് പതിറ്റുപത്ത്. പതിറ്റുപത്തിലെ തുടങ്ങുന്നത് ഉദിയൻ ചേരലാതൻ. ആദ്യ രാജാവാണ്. പതിറ്റുപത്തിലെ ആദ്യത്തെ 10 രാജാവ് ആരാണ്? ഉദിയൻ ചേരലാതനാണ്. അതിവിടെ തന്നിട്ടില്ല, ബാക്കിയുള്ളവരെയാണ് തന്നിരിക്കുന്നത്. പല്യാനെ ചെൽക്കെഴുക്കുട്ടവൻ, ആട്ടുകൊട്ട്, ആട്ട് എന്ന് കാണുന്നുണ്ട്. ആട്ടുകൊട്ടു പാട്ടു ചേരലാതൻ, നാർമുടി ചേരൽ, നെടും ചേരലാതൻ, വേൽക്കെഴുക്കുട്ടുവൻ. അധികം കൺഫ്യൂഷൻ ഒന്നും വേണ്ടല്ലോ, ഉത്തരത്തിലേക്ക് കടക്കല്ലേ നല്ലത്. യെസ്, തന്നിരിക്കുന്നവയിൽ ആദ്യത്തേത് ആരാണ്? തന്നിരിക്കുന്നവയിൽ ആദ്യത്തേത് നെടും ചേരലാതൻ തന്നെയല്ലേ? അതെ, ഇമയവരമ്പൻ എന്ന പേര് കൂടിയുള്ള നെടും ചേരലാതനാണ് ആദ്യത്തേത്. നെടും ചേരലാതൻ. ഇദ്ദേഹമാണ് ഇമയവരമ്പൻ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് നെടും ചേരലാതൻ. ഓക്കെ, നെടും ചേരലാതന് ശേഷമാണ് ആര് വരുന്നത്? പല്യാനെ ചെൽക്കെഴുക്കുട്ടവൻ വരുന്നത്. നെടും ചേരലാതന് ശേഷമാണ്. ഇവരുടെ മൊത്തത്തിലുള്ള ഒരു ക്രമം കിട്ടുമോ മിസ്സേ? വേണോ? ആദ്യത്തെ രാജാവ് ആരാണ്? ഉദിയൻ ചേരലാതനാണ്. ഇത് പറഞ്ഞതിന് ശേഷം അതിലേക്ക് പോകാം. ഈ ആൻസർ നമുക്ക് നോക്കാം. ആദ്യം നെടും ചേരലാതൻ, പിന്നെ പല്യാനെ ചെൽക്കെഴുക്കൊട്ടവൻ, അതിനുശേഷം നാർമുടി ചേരലാതൻ, ദെൻ വേൽക്കെഴുക്കുട്ടുവൻ, അതിനുശേഷം ആട്ടുകൊട്ട് പാട്ടു ചേരലാതൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നെടും ചേരലാതന് ഇമയവരമ്പൻ എന്നും പേരുണ്ടെന്ന്. അതുപോലെ ഇവർക്കൊക്കെ വേറെ വേറെ കീർത്തിപ്പേരുകളുണ്ട്. ആ പേരിലും ചിലപ്പോ ഇവരെല്ലാവരും അറിയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പേര് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. നമ്മൾ പെട്ടെന്ന് 10 രാജാക്കന്മാരുടെ ടൈറ്റിൽ ഒരു പുസ്തകത്തിൽ പോയി നോക്കിയാൽ ചിലപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച പേര് കാണണമെന്നില്ല. അതാണൊരു പ്രശ്നം. എന്തായാലും ചേരനാട്ട് രാജാക്കന്മാരായ 10 രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള കാവ്യങ്ങളാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്? പതിറ്റുപത്തില് പറഞ്ഞിരിക്കുന്നത്. അതിലെ ആദ്യത്തെ രാജാവാണ് ഉദിയൻ ചേരലാതൻ. മൊത്തത്തിലുള്ള ഒരു ഓർഡർ പറയുകയാണ് വെച്ചെങ്കിൽ ചേര രാജാക്കന്മാരിൽ ആദ്യത്തെ രാജാവാണ് ഉദിയൻ ചേരലാതൻ. പിന്നെ ഇമയവരമ്പൻ നെടും ചേരലാതൻ. മൂന്നാമത്തേത് പല്യാനെ ചെൽക്കെഴുക്കുട്ടുവൻ. നാലാമത്തേത് നാർമുടി ചേരൽ. അദ്ദേഹത്തിന് ആ പേരിന് മുമ്പിലൊക്കെ വേറെ പേരുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്തിടായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ,
ചേരമാൻ പെരുംചോറ്റിയൻ എന്നറിയപ്പെടുന്നതാണ് ഉദിയൻ ചേരലാതൻ. അദ്ദേഹത്തിന് ശേഷമാണ് ആര് വരുന്നത്? ഇമയവരമ്പൻ നെടും ചേരലാതൻ വരുന്നത്. ഇമയവരമ്പൻ നെടും ചേരലാതൻ വരുന്നത് അതിനുശേഷമാണ് ഇമയവരമ്പൻ നെടും ചേരലാതൻ വരുന്നത്. യെസ്, ഇമയവരമ്പൻ നെടും ചേരലാതന് ശേഷമാണ് ചെൽക്കെഴുക്കുട്ടുവൻ കണ്ണിയായി കണ്ണീരിനാൽ മുടിച്ചേരലാതൻ. അയ്യോ, ഇവരുടെ ഒക്കെ പേര് ഒന്നൊന്നര പേരാ. ഇവരുടെ പേരുകളൊന്ന് ശ്രദ്ധിക്കണേ. ചേരമാൻ പെരിഞ്ചോറ്റുതിയൻ എന്നറിയപ്പെടുന്നതാണ് ഉദിയൻ ചേരലാതൻ. രണ്ടാമത്തേതാണ് ഇമയവരമ്പൻ നെടും ചേരലാതൻ. മൂന്നാമത്തെ ആളാണ് പല്യാനെ ചെൽക്കെഴുക്കുട്ടുവൻ. പല്യാനെ ചെൽക്കെഴുക്കുട്ടുവൻ. നാലാമത്തെ ആളാണ് കളങ്കായ് കണ്ണിനാർ മുടിച്ചേരൻ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ആള് കടൽ പിറകോട്ടിയ വേൽ കെഴുക്കുട്ടുവൻ. കടൽ പിറകോട്ടിയ വേൽ കെഴുക്കുട്ടുവൻ. അത് അഞ്ചാമത്തെ ആളാണ്. നമ്പർ ഇട്ട് ചെയ്താൽ നല്ലത്. അഞ്ചാമത്തെ ആളാണ്. ഓക്കെ, ആറാമത്തെ ആളാണ് ആട്ടുകൊട്ടു പാട്ടു ചേരലാതൻ. ആറാമത്തെ ആളാണ് ആട്ടുകൊട്ടു പാട്ടു ചേരലാതൻ. ആറാമത്തെ ആളെ 6. ഓക്കെ, ഇനി ഏഴാമത്തെ ആള് വാഴിയാതൻ എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ചെൽവങ്കടുങ്കൂഴി വാഴിയാതൻ, അതാണ് അദ്ദേഹത്തിന്റെ ശരിക്കായുള്ള പേര്. ഇനി ഇദ്ദേഹത്തിന് വേറെ വല്ല വിശേഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. തമിഴ് പേരുകളാണ്. ഏകദേശം എന്തെങ്കിലും ഒരു ഐഡിയ വെച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 10 ഇനി 3 കൂടി ഉണ്ട്. അതെനിക്ക് കറക്റ്റ് ആയിട്ട് ഉറപ്പില്ല. 8ാമത്തെ ആള് കടുങ്കോ എന്ന അവസാനമുള്ള ഒരാളാണ്. 8ാമത്തെ കടുങ്കോ. 8ാമത്തെ ആളുടെ പേരിന്റെ അവസാനം കടുങ്കോ എന്നാണ്. 9ഉം 10ഉം ആളുകളുടെ പേരിന്റെ അവസാനം എന്താ? ഇരുമ്പൊറൈ എന്നാണ്. അവരുടെ ഒന്നും കറക്റ്റ് പേരുകൾ നമുക്ക് വാലിഡ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 7 ആളുടെ പേര് ഞാൻ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയല്ലോ. 10 രാജാക്കന്മാരുടെ ക്രമം. അടുത്ത ചോദ്യം, KP അപ്പന്റേതല്ലാത്ത പുസ്തകങ്ങൾ ഏത്? KP അപ്പന്റേതല്ലാത്ത പുസ്തകങ്ങൾ. KP അപ്പന്റേതല്ലാത്ത പുസ്തകങ്ങൾ. മൂന്ന് സിയും ഡിയും. KP അപ്പന്റെ കൃതികള് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. മാറുന്ന മലയാള നോവൽ ആരുടെ കൃതിയാണ്? മാറുന്ന മലയാള നോവൽ 1988 എഴുതിയ കൃതിയാണ്. ആരുടേതാണ്? KP അപ്പന്റെ കൃതിയാണ്. കലഹവും വിശ്വാസവും 1984 വന്നിട്ടുള്ള കൃതിയാണ്. KP അപ്പന്റെ കൃതിയാണ്. നിഷേധികളെ മനസ്സിലാക്കുക ആരുടെ കൃതിയാ? നിഷേധികളെ നൗഷാദ് സാർ പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രപ്രസാദിന്റെ കൃതിയാണ്. ഓക്കെ, വായനശാലയിൽ ആരുടേതാ? മുണ്ടശ്ശേരിയുടെ കൃതിയാണ് അല്ലെ? ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതിയാണ്. തിരസ്കാരം ആരുടേതാണ്? തിരസ്കാരം 1978 എഴുതിയ KP അപ്പന്റെ കൃതിയാണ്. അപ്പോ നിഷേധികളെ മനസ്സിലാക്കുക, വായനശാലയിൽ എന്നീ കൃതികൾ KP അപ്പന്റേതല്ല. ഒന്ന് നരേന്ദ്രപ്രസാദിന്റെയും വായനശാലയിൽ നിന്നുള്ളത് മുണ്ടശ്ശേരിയുടെയും കൃതിയാണ്. KP അപ്പന്റെ കൃതികള് ഇമ്പോർട്ടന്റ് അല്ലെ? KP അപ്പന്റെ കൃതികള്
കാലക്രമം അനുസരിച്ച് കൃത്യമായിട്ടുള്ള സോഴ്സ് ആധുനിക മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന KM ജോർജ് എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ റെഫറൻസ് എടുത്തിരിക്കുന്നത്. ശോഭിക്കുന്നവരുടെ സുവിശേഷം, തിരസ്കാരം, കലഹവും വിശ്വാസവും, മാറുന്ന മലയാള നോവൽ, കലാപം, വിവാദം, വിലയിരുത്തൽ, വരകളും വർണ്ണങ്ങളും, ബൈബിൾ വെളിച്ചത്തിന്റെ കവചം, പേനയുടെ സമരമുഖങ്ങൾ, ഉത്തരാധുനികത, കഥ, ആഖ്യാനവും അനുഭവ സത്തയും, വിവേകശാലിയായ വായനക്കാര. ഈ കൃതികളൊക്കെ ആരുടേതാണ്? KP അപ്പൻ്റെതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരൊറ്റ സ്ലൈഡായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? KP അപ്പൻ്റെതല്ലാത്ത പുസ്തകങ്ങൾ എന്നുള്ളതായിരുന്നു ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. മുക്തകം. മുക്തകത്തെ സംബന്ധിച്ച് പ്രസക്തമല്ലാത്തതേത്? മുക്തകങ്ങൾ കേട്ടിട്ടില്ലേ എല്ലാവരും? ഉണ്ടല്ലോ, സംസ്കൃതത്തിലൊക്കെ മുക്തകങ്ങൾ ഉണ്ടല്ലോ. കാത്തുമാല, കാഞ്ചനമാല, കസ്യാപുത്രി, കനകലതായേ, ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? 4 വരിയില് എന്താ സമസ്യാപൂരണത്തിലൊക്കെ പാടുന്നത്? യെസ്. യെസ്, സംസ്കൃത വൃത്തം പാടില്ല എന്നുള്ളത് മുക്തകത്തെ സംബന്ധിച്ച് പ്രസക്തമല്ല എന്ന് ധന്യ ടീച്ചർ പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി ഉത്തരം പറഞ്ഞേ. മിണ്ടാതിരിക്കുന്നവരെ വെറുതെ എന്നെ കൊണ്ട് പേര് വിളിപ്പിക്കല്ലേ. ക്ലാസ് ടൈം മാറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാരനെ കാണുന്നുള്ളൂ. 3 അല്ലെങ്കിൽ 4 എന്ന് പറയുന്നു. ഒരാശയം സമ്പൂർണമാവണം. അതെ, ഒരാശയം തുടങ്ങി എന്താണ് അവസാനിപ്പിക്കുന്നതാണ് ഏത്? മുക്തകം എന്ന് പറയുന്നത്. 4 വരിയായിരിക്കണം. ശരിയാണ്, മുക്തകത്തിൽ 4 വരിയെ പാടുള്ളൂ. സംസ്കൃത വൃത്തം പാടില്ല, അത് തെറ്റാണ്. സംസ്കൃത വൃത്തത്തിലാണ് ഈ മുക്തകം എന്ന പ്രസ്ഥാനം തന്നെ ആരംഭിച്ചത്. മുക്തകം മുക്തമായതിൽ നിൽക്കുന്നതാണ് എന്ത്? മുക്തമായി നിൽക്കുന്നതാണ് എന്ത്? മുക്തം എന്ന് പറയുന്നത്. അതായത് മറ്റൊന്നുമായി ചേർന്ന് നിൽക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെയാണ് മുക്തകം എന്ന് പറയുന്നത്. സംസ്കൃതത്തിലാണ് പ്രസ്ഥാനം ആവിർഭവിച്ചത്. ശരിയാണ്, സംസ്കൃത വൃത്തം പാടില്ല എന്നുള്ളത് തെറ്റാണ് അല്ലെ? മുക്തകത്തെ സംബന്ധിച്ച് പ്രസക്തമല്ലാത്ത പ്രസ്താവനയാണിത്. ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ മുക്തകങ്ങളാണ് പിന്നെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക. മുക്തകം. യെസ്. അടുത്ത ചോദ്യം മാച്ച് ദി ഫോളോയിങ് ആണ്. റിപ്പീറ്റഡ് ആണ്. നോക്കിയേ, ഈ ചോദ്യങ്ങള് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ? സെറ്റ് മുതൽ നെറ്റ് വരെയുള്ള എല്ലാ പരീക്ഷകളിലും, സെറ്റ്, നെറ്റ്, HSC എല്ലാത്തിലും റിപ്പീറ്റഡ് ആണ്. ആശാന്റെ പണിപ്പുര ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള ഒരു കൃതിയാണിത്. ആശാന്റെ പണിപ്പുര, കാതികന്റെ പണിപ്പുരയൊക്കെ പലപ്പോഴും ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കൃതികളാണ്. ആശാന്റെ പണിപ്പുര ആരുടെ മക്കളെ? ആശാന്റെ പണിപ്പുര. അയ്യോ, ഇതിലെ ആൻസർ ആണോ വന്നിരിക്കുന്നേ? എനിക്ക് സ്ലൈഡ് മാറിപ്പോയി. ഇതൊക്കെ ആൻസർ തന്നെയാണ്. ആശാന്റെ പണിപ്പുര MM ബഷീർ. സോറി ഡിയർ, സ്ലൈഡ് കൺസ്ട്രക്ട് ചെയ്ത് തെറ്റിപ്പോയി. ആശാന്റെ പണിപ്പുര ആരുടേതാണ്? MM ബഷീറിൻ്റെതാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി EMSൻ്റെതാണ്. ദേവദാസികളും സാഹിത്യ ചരിത്രവും ഡോക്ടർ P സോമന്റേതാണ്. രോഗത്തിന്റെ പൂക്കൾ ആരുടേതാണ്? V രാജകൃഷ്ണന്റേതാണ്. ഇതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. A3, B4, C1, D2. ഇത് റിപ്പീറ്റഡ് ആണ് കേട്ടോ, ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. 64ാമത്തെ ചോദ്യം. കുലശേഖര ആഴ്വാർ രചിച്ച ഭക്തി പ്രബന്ധം ഏത്? കുലശേഖര ആഴ്വാർ രചിച്ച ഭക്തി പ്രബന്ധം. മുകുന്ദമാല, പത്തുപാട്ട്, പെരുമാൾ തിരുമൊഴി, ഗൗരി കഥോദയം. ഇതിലേതാണ് കുലശേഖര ആഴ്വാരുടെ കൃതി? കുലശേഖര ആഴ്വാരുടെ ഭക്തി പ്രബന്ധം ഏതാണ്? കുലശേഖര ആഴ്വാർ കുലശേഖര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കുലശേഖര ആഴ്വാർ. ഇദ്ദേഹത്തിന്റെ വിഷ്ണു സ്തുതിയാണ് ഏത്? മുകുന്ദമാല. ക്ലിയർ അല്ലേ? ഇദ്ദേഹത്തിന്റെ തന്നെ കൃതിയാണ് പെരുമാൾ തിരുമൊഴി. പെരുമാൾ
തിരുമൊഴി. പെരുമാൾ തിരുമൊഴി ഇദ്ദേഹത്തിന്റെ തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ആശ്ചര്യ ചൂടാമണി ശക്തിഭദ്രന്റേതാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അശ്വരമഞ്ജരി പലരും കുലശേഖര ആഴ്വാറിലും കർത്തൃത്വം ആരോപിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇദ്ദേഹം നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? തപതി സംവരണം, സുഭദ്രാധനഞ്ജയം, വിച്ഛിന്നാഭിഷേകം. ഈ നാടകങ്ങളൊക്കെ ആരുടേതാണ്? കുലശേഖര ആഴ്വാറുടേതാണ്. മുകുന്ദമാല എന്ന വിഷ്ണുസ്തുതി, പെരുമാൾ തിരുമൊഴിയും, തപതി സംവരണം, സുഭദ്രാ ധനഞ്ജയം, വിച്ഛിന്നാഭിഷേകം എന്നീ നാടകങ്ങളും ആരുടേതാണ്? കുലശേഖര ആഴ്വാറുടേതാണ്. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, ജന്മവർഷത്തിനനുസരിച്ച് ക്രമീകരിക്കുക. നെറ്റില് ഇതുവരെ കാണാത്തൊരു പാറ്റേൺ ആണിത്. ജന്മവർഷം, കവികളുടെയൊക്കെ ജന്മവർഷം തന്നിട്ടുണ്ടെങ്കിലും നവോത്ഥാന നായകന്മാരുടെ ജന്മവർഷം ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ ഇതെന്താണ്? ഇതൊരു PSCയുടെ സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. PSC എക്സാമിലാണ് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണാറുള്ളത്. നോക്കൂ, നമുക്ക് എല്ലാവർക്കും പരിചിതരായ വ്യക്തികൾ തന്നെയാണ്. അയ്യങ്കാളി, VT ഭട്ടതിരിപ്പാട്, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ. ഇതിൽ ആദ്യം ജനിച്ചത് ആരാണ്? സിമ്പിൾ ലോജിക്ക് വെച്ച് പറഞ്ഞേ, ഒരു സിമ്പിൾ ലോജിക്ക് അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇതിൽ ആദ്യം ജനിച്ചത് ആരാണ്? യെസ്, ആദ്യം ജനിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? ശ്രീനാരായണ ഗുരുവാണ് ആദ്യം ജനിച്ചത്. D ആണ് ആദ്യത്തെ ഓപ്ഷൻ. ശ്രീനാരായണ ഗുരു എന്നാ ജനിച്ചത്? 1855 ഓഗസ്റ്റ് 20 ഇദ്ദേഹം ജനിച്ചു. 1928 ഇദ്ദേഹം അന്തരിച്ചു. ഓക്കെ, ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ചെമ്പഴന്തി, വയൽവാരകം വീട്ടിലാണ് അല്ലെ? ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. അങ്ങനെയാണെങ്കിൽ ചെമ്പഴന്തി ഏത് ജില്ലയിലാണ്? അങ്ങനെയും ഇപ്പൊ ചോദ്യം വരുന്നുണ്ടല്ലോ. ചെമ്പഴന്തി ഏത് ജില്ലയിലാണ് മക്കളെ? തിരുവനന്തപുരമാണ്. ഞാൻ TVM എഴുതുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ആരിനെ കണ്ടു? ശ്രീനാരായണ ഗുരുവിനെ കണ്ടു. ജനനവും മരണവും, ജനിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു. അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ പിറകെ ആര് വരുന്നുണ്ട്? അയ്യങ്കാളി. യെസ്, അയ്യങ്കാളി. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചു. 1941 ജൂൺ 18 അന്തരിച്ചു. അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? വെങ്ങാനൂരാണ്. വെങ്ങാനൂർ ഏത് ഡിസ്ട്രിക്റ്റിലാണ്? വെങ്ങാനൂർ തിരുവനന്തപുരത്ത് തന്നെയാണ്. യെസ്. ഇനി അടുത്തത് മന്നത്ത് പത്മനാഭൻ. NSS ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള മന്നത്ത് പത്മനാഭൻ 1878. ഏതാ മന്നത്ത് പത്മനാഭൻ? മന്നം ജയന്തിയായിട്ട് നമ്മൾ ആചരിച്ചത് ജനുവരി 2 ഇദ്ദേഹം ജനിച്ചു. 1970 ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ അന്തരിച്ചു. എവിടെയാണ് ഇദ്ദേഹം ജനിച്ചത്? ചെങ്ങനാശ്ശേരിയിലെ പെരുന്ന. മന്നത്ത് പത്മനാഭൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ്. പെരുന്ന ഏത് ജില്ലയിലാ? ഏത് ജില്ലയിലാ മക്കളെ? പെരുന്ന ഏത് ജില്ലയിലാ? കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലാണ് പെരുന്ന. കോട്ടയം. യെസ്. അടുത്തത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അടുത്തത് ആരുടെയാണ് പറയുന്നത്? സഹോദരൻ അയ്യപ്പൻ. 1889 ഓഗസ്റ്റ് 22 സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നു. 1968 മാർച്ച് 6 അദ്ദേഹം അന്തരിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ. ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത് വൈപ്പിൻ ദ്വീപിലെ ചെറായി എന്നുള്ള സ്ഥലത്താണ്. അപ്പൊ ഏതാ ജില്ല? വൈപ്പിൻ ദ്വീപ്, ചെറായി എന്നൊക്കെ പറയുമ്പോ യെസ്, എറണാകുളമാണ്. യെസ്. അടുത്തത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട് 1896 മാർച്ച് 26 ഇദ്ദേഹം ജനിക്കുന്നത്.
1982 ഫെബ്രുവരി 12 അന്തരിച്ചു. അങ്കമാലിയിലാണ് ജനനം. അങ്കമാലി ഏതാ ജില്ല? അങ്കമാലി. അങ്കമാലി ഏതാ ജില്ല? എറണാകുളം. ഈ ജില്ലകളെ എവിടെയാണ്, ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നത് ഇപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി വരുന്നത് കൊണ്ടാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഓർഡർ ഒന്ന് പറഞ്ഞ എല്ലാവരും. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ശ്രീനാരായണ ഗുരുവിന് ശേഷമാണ് അയ്യങ്കാളി ജനിച്ചിരിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ, സഹോദരൻ അയ്യപ്പൻ. 1896 അല്ലെങ്കിൽ 1900 തുടക്കത്തിലാണ് ആരുടെ ജനനം? VT ഭട്ടതിരിപ്പാടിന്റെ ജനനം. ക്ലിയർ ആണോ? VT ഭട്ടതിരിപ്പാട്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ? ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം DACEB. യെസ്. അടുത്ത ചോദ്യം. വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം എഴുതിയതാര്? വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം എഴുതിയതാര്? OV വിജയനാണോ, PV ഷാജികുമാറാണോ, N നന്ദകുമാറാണോ, B മുരളിയാണോ? ആരുടെ കൃതിയാണിത്? വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം. യെസ്. ആരുടേതാണ്? M നന്ദകുമാറിൻ്റെതാണ്. M നന്ദകുമാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത് ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാ? വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം എന്നുള്ളത് നാടകമാണോ, നോവലാണോ, ചെറുകഥയാണോ, കവിതയാണോ? എന്താണ് സംഭവം? വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം M നന്ദകുമാറിന്റെ എന്ത് കൃതിയായത്? ചെറുകഥയാണ്. ചെറുകഥ. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് 2011 ഒരു സിനിമ ഇറങ്ങുകയും ഒരുപാട് അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഈ ചെറുകഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. ഏതാണ് ആ സിനിമ എന്നറിയാമോ? വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം എന്ന ചെറുകഥയെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ സിനിമയാണ് ചിത്രസൂത്രം. 66ാമത്തെ ചോദ്യം. യെസ്. വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം M നന്ദകുമാറിന്റെ കൃതിയാണ്. M നന്ദകുമാറിന്റെ മറ്റു കൃതികൾ ഏതൊക്കെയാ മക്കളെ? M നന്ദകുമാറിന്റെ മറ്റു കൃതികൾ ഏതൊക്കെയാ? നഷ്ടക്കണക്കുകാർക്ക് വേണ്ടി ഒരു ജീവിത സഹായി. ഇദ്ദേഹത്തിന്റെ കഥയാണ്. 2 കഥകളുണ്ട്. ഒന്ന് നഷ്ടക്കണക്കുകാർക്ക് ഒരു ജീവിത സഹായി. ഞാൻ ടൈപ്പ് ചെയ്തിടാം കേട്ടോ, എഴുതണ്ട. നഷ്ടക്കണക്കുകാർക്ക് ഒരു ജീവിത സഹായി. അത് ഇദ്ദേഹത്തിന്റെ എന്ത് കൃതിയാണ്? ചെറുകഥാ സമാഹാരമാണ്. അതുപോലെ പൂച്ചകളുടെ തീവണ്ടി. യെസ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു നോവലുണ്ട്. നിലവിളിക്കുന്നിലേക്കുള്ള കയറ്റം. വൈദ്യശാസ്ത്രപരമായിട്ടുള്ള കുറെ ആശയങ്ങളൊക്കെ കടന്നു വരുന്ന ഒരു നോവലാണ്. വിഷവൈദ്യമോ അങ്ങനെ എന്തൊക്കെയോ വരുന്ന ഒരു നോവലാണ് M നന്ദകുമാറിന്റെ നിലവിളിക്കുന്നിലേക്കുള്ള കയറ്റം. ഓക്കെ. പിന്നെ ചെന്നൈ വഴിതെറ്റിയവരുടെ യാത്രാ വിവരണം എന്ന പേരിൽ ഒരു കവിതാ സമാഹാരമുണ്ട്. ചെന്നൈ വഴിതെറ്റിയവരുടെ യാത്രാ വിവരണം. അതൊരു കവിതാ സമാഹാരമാണ്. ക്ലിയർ അല്ലേ? വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം M നന്ദകുമാറിന്റെ ചെറുകഥയാണ്. അടുത്തൊരു ചോദ്യം കാര്യം കാരണം ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാമത്തേതിന് കാര്യമെന്നും രണ്ടാമത്തേതിന് കാരണമെന്നും പേര് നൽകിയിരിക്കുന്നു. കാര്യം പ്രതിപാദ്യ
വിഷയം വെച്ച് നോക്കിയാൽ ചിലപ്പതികാരത്തിന്റെ തുടർച്ചയാണ് മണിമേഖല. കാരണം രണ്ടും സംഘകാല കൃതികളാണ്. രണ്ടും സംഘകാല കൃതികളാണ്. പറയൂ, ഉത്തരം പറയൂ, വേഗം ആയിക്കോട്ടെ. കാര്യം, കാരണം. പ്രതിപാദ്യ വിഷയം വെച്ച് നോക്കിയാൽ ചിലപ്പതികാരത്തിന്റെ തുടർച്ചയാണ് മണിമേഖല. ആണോ? ചിലപ്പതികാരത്തിന്റെ തുടർച്ചയാണോ മണിമേഖല? അതെ, ചിലപ്പതികാരത്തിന്റെ തുടർച്ചയായിട്ടുള്ള കൃതിയാണ് മണിമേഖല. ശരിയാണ്, ചിലപ്പതികാരത്തിന്റെ തുടർച്ചയാണ് മണിമേഖല. ഇത് ഈ ചിലപ്പതികാരത്തിന്റെയും മണിമേഖലയുടെയും പൊതുവായിട്ടുള്ള സവിശേഷത എന്താ? പൊതുവായിട്ടുള്ള സവിശേഷത, ചിലപ്പതികാരത്തിന്റെയും മണിമേഖലയുടെയും പൊതുവായിട്ടുള്ള സവിശേഷത, ചിലപ്പതികാരത്തിലെ പ്രണയകഥയുടെ തുടർച്ചയാണ് മണിമേഖല. ചിലപ്പതികാരത്തിലെ പ്രണയകഥയുടെ തുടർച്ചയാണ്. അതായത് കോവിലന്റെയും കണ്ണകിയുടെയും മകള്, കോവിലിന് മാധവിയാണോ? അവരുടെ മകളാണ് ആര്? ഈ പെൺകുട്ടി, നമ്മുടെ മണിമേഖല. അപ്പോ ചിലപ്പതികാരത്തിന്റെ തുടർച്ചയാണ് മണിമേഖല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ചിലപ്പതികാരത്തിന്റെ തുടർച്ചയാണ് മണിമേഖല. അപ്പൊ അത് കാര്യം എന്നുള്ളത് ശരിയാണ്. രണ്ടും സംഘകാല കൃതികളാണ്. കാര്യവും കാരണവും ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതെ, രണ്ടും ശരിയാണ്. ഇനി നോക്കാം, കാര്യവും കാരണവും ശരി. കാരണം കാര്യത്തിന്റെ കൃത്യമായ വിശദീകരണമാണ്. ആണോ മക്കളെ? ഇവിടെ പ്രതിപാദ്യ വിഷയമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, ഒരു തുടർച്ചയെയും പറഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാരണമാണോ ഇത്? രണ്ടും സംഘകാല കൃതികളായതുകൊണ്ട് ഇത് തുടർച്ചയാകണമെന്നുണ്ടോ? ഈ രണ്ട് കൃതികളും ഇരട്ട മഹാകാവ്യങ്ങൾ, തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ പെടുന്നതാണ് മണിമേഖലയും ചിലപ്പതികാരവും. മണിമേഖലയും ചിലപ്പതികാരവും ഇത് ഇരട്ട മഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്നതാണ്, സംഘകാല കൃതികളുമാണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നതിന്റെ വിശദമായ കാരണമാണോ ഇത്? ആണോ? അല്ല. യെസ്. അപ്പൊ എന്താണ്? കാര്യത്തിന്റെ കൃത്യമായ വിശദീകരണമാണ് എന്നത് തെറ്റാണ്. കാര്യത്തിന്റെ കൃത്യമായ വിശദീകരണമല്ല. കാര്യവും കാരണവും ശരിയാണ്, പക്ഷെ തന്നിരിക്കുന്ന കാര്യവുമായിട്ട് കൊടുത്തിരിക്കുന്ന കാരണത്തിന് യാതൊരു ബന്ധവും ഇല്ല. യെസ്, അങ്ങനെ തന്നെ പറയാൻ പറ്റും, യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ഈ ചോദ്യം എന്താണ്? ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ അല്ലേ പറഞ്ഞത്? യെസ്. അപ്പൊ ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു 2 മിനിറ്റ് മുമ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.